വ്യോമയാന രംഗത്തെ സ്തംഭിപ്പിച്ച ഇൻഡിഗോ പ്രതിസന്ധി രാജ്യത്തെ അവശ്യ സേവന മേഖലകൾക്ക് ഒരു പാഠമാണ്. ഏതൊരു രംഗത്തും കുത്തകവൽക്കരണം വരുന്നത് വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുമെന്നാണ് ഈ സംഭവം അടിവരയിടുന്നത്. വ്യോമയാന രംഗത്തെ പ്രതിസന്ധി രാജ്യത്തെ ടെലികോം രംഗത്തിനും മുന്നറിയിപ്പാണ്. ഒരു കാലത്ത് 10ലേറെ സേവനദാതാക്കൾ സജീവമായിരുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ. ഇപ്പോൾ ജിയോയുടെയും എയർടെലിന്റെയും നിയന്ത്രണത്തിലാണ് കാര്യങ്ങൾ. പൊതുമേഖലാ സ്ഥാപനമായ BSNL കളത്തിലുണ്ടെങ്കിലും അത്ര ഫലപ്രദമല്ല. എയർസെൽ, അനിൽ അംബാനിയുടെ ആർകോം, ടാറ്റ ഡോകോമോ, ടെലിനോർ ഇന്ത്യ, ലൂപ്പ് മൊബൈൽ, വീഡിയോകോൺ ടെലികോം തുടങ്ങിയ നിരവധി കമ്പനികൾ ഇന്ത്യൻ മാർക്കറ്റിൽ സജീവമായിരുന്നു. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ കമ്പനികൾക്കെല്ലാം തിരിച്ചടിയായത്. കോയമ്പത്തൂർ ആസ്ഥാനമായ 1999 ആരംഭിച്ച എയർസെൽ 2018 പ്രവർത്തനം അവസാനിപ്പിച്ചു. ടെലികോം രംഗത്ത് മത്സരം കടുത്തതോടെ വരുമാനം ഇടിഞ്ഞു. ഇതോടെ കമ്പനി പാപ്പരായി. ടാറ്റ ഗ്രൂപ്പിന്റെ പരാജയപ്പെട്ട വലിയ ബിസിനസ്സുകൾ ഒന്നാണ് ടെലികോം രംഗത്തേത്. വലിയ മുതൽ മുടക്കോടെ 2008 ആരംഭിച്ച ടാറ്റ ഡോകോമോയ്ക്ക് തുടക്കത്തിലുള്ള പ്രൗഢി നിലനിർത്താൻ സാധിച്ചില്ല. ടെലികോം രംഗം വിദേശ നിക്ഷേപകർക്കായി തുറന്നുകൊടുത്തതിന്റെ ചുടുപിടിച്ചാണ് നോർവേ ആസ്ഥാനമായ ടെലിനോർ ഗ്രൂപ്പ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. എന്നാൽ കടുത്ത മത്സരം നടന്ന വിപണിയിൽ അതിജീവിക്കാൻ ടെലിനോറിനും സാധിച്ചില്ല.